എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പൃഥ്വിലാൽ, നവയോഗ ആയുർഗ്രാമിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. വൈറ്റമിൻ ഡി വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എല്ലാവർക്കും അറിവുള്ളതാവാം, പലരും സപ്ലിമെന്റുകൾ എടുക്കുന്നുണ്ടാവും. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും നഖങ്ങളുടെയും ഒക്കെ ബലത്തിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും അതുപോലെയുള്ള മിനറൽസിന്റെയും ഒക്കെ അബ്സോർഷനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനിയിപ്പം അതിനുള്ള ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ നമ്മൾ സപ്ലിമെന്റുകൾ എടുക്കുന്നു. പിന്നെ പണ്ട് മുതലേ നിലവിലുള്ള ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇളം വെയിലാണ് കൊള്ളേണ്ടത് വൈറ്റമിൻ ഡിക്ക് വേണ്ടി എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു 10 മണിക്ക് ശേഷം ഉച്ചയോടെ അടുക്കുന്ന സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അതൊരു 10-15 മിനിറ്റ് നമ്മുടെ മുഖത്തോ കയ്യിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഏൽപ്പിച്ചാൽ മതിയാവും. പിന്നെ ആ സമയത്ത് ഈ വെയിലിൽ സൂര്യരശ്മിയിൽ അൾട്രാവയലറ്റ് എയും ബിയും ഘടകങ്ങളുണ്ട്. അൾട്രാവയലറ്റ് ബി രശ്മികളാണ് നമ്മുടെ സ്കിൻ പെനിട്രേറ്റ് ചെയ്ത് അത് 7D ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന കമ്പോണന്റിനെ പ്രീ വൈറ്റമിൻ D3 ആക്കുന്നതും പിന്നെ പ്രീ വൈറ്റമിൻ D3 ആണ് വൈറ്റമിൻ D3 ആയി നമ്മുടെ ശരീരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ആ സമയത്ത് വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ മഞ്ഞ കളറുള്ള ഫ്രൂട്ട്സ്, മത്തൻ, അങ്ങനെയുള്ള പിന്നെ എഗ് യോക്ക്, അങ്ങനെയുള്ള പിന്നെ നെയ്മീന്, ആഗോലി അങ്ങനെയുള്ള മത്സ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ D3 കിട്ടുന്നുണ്ട്. മഷ്റൂമിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുപോലെ സൂര്യരശ്മികൾ കൊള്ളാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈറ്റമിൻ D3 കുറയുന്ന അവസ്ഥയിൽ നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള രോഗാവസ്ഥകളും കാണാറുണ്ട്. കാരണം ഈ വൈറ്റമിൻ D3യുടെ അഭാവം സെറാട്ടോണിൻ എന്നുള്ള പോസിറ്റീവ് ഹോർമോൺ അല്ലെ ഹാപ്പി ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ അത് വൈറ്റമിൻ D3 കുറയുമ്പോൾ സെറാട്ടോണിന്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സ്ട്രെസ്സോ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ കൂടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വൈറ്റമിൻ ഡിക്ക് വേണ്ടി നമുക്ക് കൊള്ളേണ്ട വെയിൽ ഇളം വെയിലല്ല, 10 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉള്ള വൈറ്റമിൻ D3 ഉണ്ടെന്ന് ഉറപ്പാക്കുക. നമുക്ക് ആയുർവേദ മരുന്നുകളും വൈറ്റമിൻ D3 സപ്ലിമെന്റിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യത്തെ നിലനിർത്തുന്ന വൈറ്റമിൻ ഡി സപ്ലിമെന്റ് പോലെ തന്നെ ഉപകാരപ്രദമാകുന്ന മരുന്നുകൾ ആയുർവേദത്തിലുമുണ്ട്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.